100% വിജയപ്രതീക്ഷയിലാണ്. ജനങ്ങളൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിക്കുന്നത്. ബാലുശ്ശേരിയിൽ ഉൾപ്പെടെ കേരളം ഉൾപ്പെടെ വലിയ മാറ്റം ആഗ്രഹിക്കുന്നു. അത് ബാലുശ്ശേരിയിലും ആ മാറ്റം ഉണ്ടാവും. പരസ്യപ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. നമുക്കിപ്പം ബാലുശ്ശേരിയിലെ UDF സ്ഥാനാർത്ഥി VT സൂരജ് ചേരുന്നുണ്ട്. എന്താണ് ഈ അവസാന നിമിഷത്തിലെ പ്രതീക്ഷകൾ? അവസാന നിമിഷത്തിൽ 100% വിജയപ്രതീക്ഷയിലാണ്. ജനങ്ങളൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിക്കുന്നത്. ബാലുശ്ശേരിയിൽ ഉൾപ്പെടെ കേരളം ഉൾപ്പെടെ വലിയ മാറ്റം ആഗ്രഹിക്കുന്നു. അത് ബാലുശ്ശേരിയിലും ആ മാറ്റം ഉണ്ടാവും. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രചാരണ വിഷയങ്ങൾ? നമ്മുടെ പ്രധാനപ്പെട്ട പ്രചാരണ വിഷയം ബാലുശ്ശേരിക്ക് ഉണ്ടായിരുന്ന കാര്യങ്ങൾ, ബാലുശ്ശേരിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ ഇരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് വിദ്യാഭ്യാസ മേഖലയിൽ ബാലുശ്ശേരിയിലെ ഗവൺമെൻറ് കോളേജുകളിൽ 2012 അനുവദിച്ച അതേ കോഴ്സുകൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ സർക്കാർ ആശുപത്രിയെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഏതു സമയത്തും ഏത് ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമാക്കുന്ന രീതിയിൽ വളർത്തിയെടുക്കാം. കക്കയും കരിയാത്തും പാറയും വയലടയും ഉൾപ്പെടെയുള്ള ടൂറിസം കേന്ദ്രങ്ങളുള്ള ഈ നാട്ടിൽ ആ ടൂറിസം കേന്ദ്രങ്ങളെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അത് സാധാരണക്കാരനും ഒരുപാട് സഹായകമാകുന്ന രീതിയിൽ നമുക്കറിയാം. ബാലുശ്ശേരിയിലെ കല്ലാനോട്, ഹിന്ദുലൂക്ക ഉൾപ്പെടെയുള്ള കായിക താരങ്ങൾ വളർന്നു വന്ന നാടാണ്. ഇത് നടുവണ്ണൂരാണ്. നടുവണ്ണൂർ വലിയ വോളിബോൾ പ്രേമികൾ അല്ലെങ്കിൽ വോളിബോൾ താരങ്ങളെ വാർത്തെടുത്ത നാടാണ്. അപ്പോൾ അവരൊന്നും പലപ്പോഴും എല്ലാവരെയും നമുക്ക് എന്ത് ചെയ്യാനാവുന്നില്ല, പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുന്നില്ല. അതിന് സൗകര്യപ്രദമാകുന്ന രീതിയിൽ കായിക താരങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിൽ കായിക അക്കാദമികളുണ്ടാവും. അങ്ങനെ നമ്മുടെ കിനാലൂരിലും നടുവണ്ണൂരിലെ മന്തങ്കാവിലൊക്കെയുള്ള വ്യാവസായിക കേന്ദ്രങ്ങളിൽ കൂടുതൽ വ്യാവസായിക സൗഹൃദ അന്തരീക്ഷമുണ്ടായി. അവിടങ്ങളിൽ ജോലിയെടുക്കുന്നത് ഇവിടുത്തെ ആളുകളായിരിക്കണം എന്നൊക്കെയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന വലിയ സ്വപ്നങ്ങൾ. ആ സ്വപ്നങ്ങൾക്ക് നമ്മൾ പറഞ്ഞു വെക്കുന്നതിന് ബാലുശ്ശേരി വലിയ തരത്തിലുള്ള സ്വീകാര്യത തരുന്നുണ്ട്. സിറ്റിംഗ് MLA KM സച്ചിൻ ദേവ് കഴിഞ്ഞ തവണ 20,000-ലധികം വോട്ടിനാണ് വിജയിച്ചത്. അപ്പോൾ അത് മറികടക്കുക എന്നുള്ളത് വളരെ ശ്രമകരമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ബാലുശ്ശേരിയിലെ ജനമനസ്സ് ഐക്യ ജനാധിപത്യ മുന്നണിക്കായിരിക്കും. അതിനേക്കാൾ ശക്തിയോടെ ആവർത്തിക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്. മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് വളരെ സൗഹൃദപരമായിട്ടുള്ള ഒരു മത്സരമാണ് ഇവിടെ. തീർച്ചയായും രാഷ്ട്രീയ പോരാട്ടമാണല്ലോ. നമ്മൾ നമ്മുടേതായ രാഷ്ട്രീയം പറയുന്നു, നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പറയുന്നു. അത് നമ്മൾ പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്, രാഷ്ട്രീയ കാര്യങ്ങളാണ് പറയേണ്ടത്. അതാണ് അതിൻ്റെ ഏറ്റവും പോസിറ്റീവ്. വലിയ പ്രതീക്ഷ തന്നെയാണ്. ഉറപ്പായും വലിയ പ്രതീക്ഷയാണ്. കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ ബാലുശ്ശേരിയും അതിൻ്റെ ഭാഗമായി ഉണ്ടാവും. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ബാലുശ്ശേരിയിൽ ഒരു മാറ്റമുണ്ടാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് VT സൂരജ് പങ്കുവെക്കുന്നത്. കോഴിക്കോട് നിന്ന് നിഖിലിനൊപ്പം സമീർ സി മുഹമ്മദ്, മീഡിയ.